നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പത്തു കൊല്ലത്തിലെ കേരളത്തിലെ ജനതയുടെ കാത്തിരിപ്പിനും 10 കൊല്ലക്കാലം കേരള ജനത അനുഭവിച്ച കൊടിയ യാതനകൾക്ക് പരിഹാരമായി കേരള ജനത ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയ സമ്മാനം, ആ സമ്മാനത്തിന്റെ പരിസമാപ്തിയിലൂടെ ഒരു പുതിയ യുഗത്തിലേക്ക് കേരളത്തിനെ നയിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയുടെ തുടക്കം എന്ന് കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള സംസ്ഥാനം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നൊരു സംസ്ഥാനമായി വികസന പന്ഥാവിലൂടെ മുൻപോട്ട് പോകേണ്ട ബുദ്ധിയുള്ള ചെറുപ്പക്കാർ നാട് വിട്ടോടുന്ന നാടായി മാറാതെ എല്ലാവർക്കും ഈ രാജ്യത്ത് ജീവിക്കാനും സ്വസ്ഥമായി കഴിഞ്ഞു പോകാനും കഴിയുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയുന്ന പുതിയ സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് കേരളത്തെ നയിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ചെറിയ പിന്തുണയല്ല നൽകിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 140 സീറ്റിൽ 102 സീറ്റുകൾ നൽകിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രമുള്ള ഭൂരിപക്ഷം നൽകിക്കൊണ്ട് കേരളത്തിൽ ജനാധിപത്യ മുന്നണി, കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തൂത്തെറിയുന്ന കാഴ്ച, ആ കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കഴിഞ്ഞ 5 കൊല്ലക്കാലം ഐക്യജനാധിപത്യ മുന്നണിക്ക് ധീരമായ നേതൃത്വം കൊടുത്ത ഒരു പുതുയുഗം കേരളത്തിന് ആവശ്യമാണ് എന്ന മുദ്രാവാക്യം കേരളത്തെ പൊതുസമൂഹത്തിന് മുമ്പാകെ സംഭാവന ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഈ വരുന്ന തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇന്ത്യയിലെ കോൺഗ്രസ് എടുത്തിരിക്കുന്നു എന്നതാണ് ഈ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ കിരാതമായ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 11 ദിവസമായി മുഖ്യമന്ത്രി ആരാണെന്നുള്ള വലിയ അഭ്യൂഹങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ടാണ് ശ്രീ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരുപക്ഷെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ആളുകൾക്ക് അറിയില്ലായിരിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പലർക്കും അറിയില്ല അത്. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പിണറായി വിജയനെ പോലെയും സഹപ്രവർത്തകരെ പോലെയും ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ ആ പ്രവർത്തന ശൈലി സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഒരുപാടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവിടെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്താൽ അതിൽ അടിയുറച്ചു നിൽക്കും എല്ലാവരും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ കേരളത്തിലെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ശ്രീ വി.ഡി. സതീശനെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിങ്കിരി 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 പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ,
നിർഗുണം ചേട്ടോ ചേട്ടോ. ചേടാ ഇയാള് തന്നെ മിണ്ടാത്ത. ചേട്ടോ ചേട്ടോ. യോ ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ. യോ നിർഗുണം ചേട്ടാ. അയ്യോ പേടിപ്പിച്ച് കളഞ്ഞാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച്. ചേട്ടൻ ഇത് എന്നാ കാണിക്കുമായിരുന്നു? വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയാല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാ നോത്തെ, നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.